ഹായ് ഫ്രണ്ട്സ്, മാത്ത് ബോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഫ്രാക്ഷൻസ് പാർട്ട് 2 വീഡിയോയാണ്. പാർട്ട് 1 ക്ലാസ് കണ്ടിട്ട് ഒത്തിരി ആളുകൾ മെസ്സേജ് അയച്ചു. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സിന് ഒത്തിരി നന്ദി. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരൊറ്റ ടോപ്പിക്കാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക, വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ ചോദിക്കാറുണ്ട്. തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ആരോഹണ ക്രമം കണ്ടുപിടിക്കുക, അവരോഹണ ക്രമം കണ്ടുപിടിക്കുക. ഈ 4 രീതിയിലും നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് PSC പരീക്ഷകൾക്കും മറ്റ് മത്സര പരീക്ഷകൾക്കും കണ്ടുവരുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധയോടെ കാണുക. പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭിന്നസംഖ്യകളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, അല്ലെ? ബേസിക് പഠിച്ചാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇന്ന് തൊട്ടുള്ള നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ പാർട്ട് 1 വീഡിയോ നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പൊ പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ് നമ്മുടെ പ്രോബ്ലം. താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കുക. 5 ടൈപ്പായിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം സ്പീഡ് നമുക്ക് മത്സര പരീക്ഷകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെ? എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടണം. ആ രീതിയിൽ ഞാൻ ഈ ടൈപ്പ് പ്രോബ്ലത്തെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. 2/7, 3/7, 5/7, 4/7. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇവിടുത്തെ പ്രത്യേകത. ഛേദം അഥവാ ഡിനോമിനേറ്റർ 4 ഭിന്നസംഖ്യകൾക്കും സെയിം ആണ്. അപ്പൊ നമ്മുടെ ടൈപ്പ് 1 എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഭിന്നസംഖ്യകളിൽ ചെറുതെങ്ങനെ കണ്ടുപിടിക്കാം, വലുതെങ്ങനെ കണ്ടുപിടിക്കാം? വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി, അംശത്തിലേക്ക് നോക്കുക. ഈ അംശം അഥവാ ന്യൂമറേറ്ററിൽ ചെറിയ സംഖ്യ വരുന്നത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അതുപോലെ തന്നെ അംശത്തില് വലിയ സംഖ്യ വരുന്നത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കി, ഇവിടെ ഛേദം എല്ലാം സെയിം ആണ്, 7 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? അംശം അഥവാ ന്യൂമറേറ്റർ നോക്കണം. അംശമായിട്ട് വന്നിരിക്കുന്നത് ഏതൊക്കെയാ? 2 വന്നിട്ടുണ്ട്, 3 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 2 ആണ്, അല്ലെ? അപ്പോ ചെറിയ സംഖ്യ വരുന്നതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അപ്പൊ നമ്മുടെ ചെറിയ ഭിന്നസംഖ്യ 2/7. ഇനി അംശങ്ങളില് വലിയ സംഖ്യ വന്നിരിക്കുന്നത് ഏതാണ്? 5 ആണ്, അല്ലെ? അപ്പോ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് 5/7 ആയിരിക്കും. ക്ലിയർ ആണോ? ഒന്നുമില്ല. ഛേദം അഥവാ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ അംശം നോക്കുക. അംശത്തിലെ വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. അംശത്തിലെ ചെറിയ സംഖ്യ ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. എളുപ്പമല്ലേ? അപ്പൊ ചെറുതേതാണ്? 2/7 ആണ്. വലുതേതാണ്? 5/7 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. 8/101, 70/101, 3/101, 89/101. ഡിനോമിനേറ്റർ എല്ലാം സെയിം അല്ലേ? ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? അംശം അഥവാ ന്യൂമറേറ്റർ നോക്കണം. 8, 70, 3, 89. ഇതിലെ ചെറിയ സംഖ്യ ഏതാണ്? കാണുമ്പോ തന്നെ അറിഞ്ഞൂടെ? 3 ആണ്, അല്ലെ? അപ്പൊ നമ്മുടെ ചെറിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 3/101 ആയിരിക്കും, അല്ലെ? ഇനി വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 8, 70, 3, 89. വലിയ സംഖ്യ ഏതാ? 89. അപ്പൊ വലിയ ഭിന്നസംഖ്യ 89/101 ആയിരിക്കും. ക്ലിയർ ആണോ? 89/101. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക, എന്നിട്ട് ശരിയാണോ എന്ന് മാത്രം ഇങ്ങോട്ട് നോക്കുക. 3/5, 4/5, 1/5, 2/5. ഇവിടെയും
ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലോട്ട് നോക്കുക. ന്യൂമറേറ്ററിൽ ഏറ്റവും ചെറുത് 1. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ 1/5. ന്യൂമറേറ്ററിൽ ഏറ്റവും വലിയ സംഖ്യ 4. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 4/5 ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ എളുപ്പമാണ്. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്നതാണ് നമ്മുടെ ടൈപ്പ് 1. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമ്പോൾ അംശം നോക്കുക. അംശത്തിൽ വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യയും ചെറിയ സംഖ്യ വരുന്നത് ചെറിയ ഭിന്നസംഖ്യയും ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രീതിയിലൂടെ ചോദിക്കാം. ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അവരോഹണ ക്രമം ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. എളുപ്പമല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അതുകൂടെ ചെയ്യാം. ആരോഹണ ക്രമം കണ്ടെത്തുക. ആരോഹണ ക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. ഇവിടെ അംശങ്ങളിൽ ഏറ്റവും ചെറുത് 1 ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 1/5 ആദ്യം എടുത്ത് എഴുതി. ഇനി രണ്ടാമത് ഇതിൽ ഏറ്റവും ചെറുത് 2. അപ്പൊ 2/5. ഇനി അടുത്തത് 3/5 ഉണ്ട്, 4/5 ഉണ്ട്. അതിലെ അംശം ചെറുത് 3/5. അപ്പൊ അടുത്തത് 3/5. അടുത്തത് 4/5. ക്ലിയർ ആണോ? ആരോഹണ ക്രമത്തിൽ എഴുതിയില്ലേ നമ്മള്? ഏറ്റവും ചെറുത് ആദ്യം, പിന്നെ ചെറുത് രണ്ടാമത്, മൂന്നാമത്, നാലാമത്. ഇനി അടുത്തതായിട്ട് സെയിം തന്നെ അവരോഹണ ക്രമവും കൂടെ നമുക്ക് എഴുതാം. എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അവരോഹണ ക്രമം എങ്ങനെയാണ്? വലുതിൽ നിന്ന് ചെറുതിലേക്ക് തിരിച്ചെഴുതിയാ പോരെ? 4/5, 3/5, 2/5, 1/5. ക്ലിയർ ആണോ? അപ്പൊ ആരോഹണ ക്രമവും അവരോഹണ ക്രമവും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആരോഹണ ക്രമം ഒന്ന് പറഞ്ഞേ. ഇവിടെ ഏറ്റവും ചെറുത് 2/7, അത് കഴിഞ്ഞ് 3/7, അത് കഴിഞ്ഞ് 4/7, പിന്നെ 5/7. ക്ലിയർ അല്ലേ? അവരോഹണ ക്രമം ഒന്ന് പറഞ്ഞേ തിരിച്ച്. 5/7, 4/7, 3/7, 2/7. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ പറഞ്ഞേ. അവരോഹണ ക്രമം പറയാം. വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഡിസെൻഡിങ് ഓർഡർ. ഇവിടെ ഏറ്റവും വലുത് 89/101, അടുത്തത് 70/101, 8/101, 3/101. ക്ലിയർ ആണോ? അപ്പൊ ഇത് 4 രീതിയിൽ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഒരു 4-5 ഭിന്നസംഖ്യകൾ തന്നിട്ട് ചെറുത് കണ്ടുപിടിക്കുക, പിന്നെ വലുത് കണ്ടുപിടിക്കുക, ആരോഹണ ക്രമം, അവരോഹണ ക്രമം. 4 ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? 4 ടൈപ്പിൽ വന്നാൽ കണ്ടുപിടിച്ചൂടെ? പക്ഷെ ഓർക്കുക, ഇതേത് കേസിലാണ്? ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആയിട്ട് വരുമ്പോ. ഓക്കെ ആണോ? അടുത്തത് ടൈപ്പ് 2 നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7/9, 7/11, 7/10, 7/8. കാണുമ്പോ തന്നെ അറിയാം എന്താണ് പ്രത്യേകത? അംശം സെയിം ആണ്. നേരത്തെ ടൈപ്പ് 1 എന്തായിരുന്നു? ഛേദമായിരുന്നു സെയിം ആയിട്ട് വന്നിരുന്നത്. ഇവിടെ അംശം സെയിം ആണ്. ഇവിടെ ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. നേരത്തെ ടൈപ്പ് 1 പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് അംശം സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഛേദം നോക്കുക. ഛേദത്തിലെ വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അതുപോലെ ഛേദത്തിലെ ചെറിയ സംഖ്യ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ടൈപ്പ് 1 നേരെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നോക്കിയേ. 9 ഉണ്ട്, 11 ഉണ്ട്, 10 ഉണ്ട്, 8 ഉണ്ട്. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 11 ആണ് അല്ലെ? അങ്ങനെ വരുമ്പോ 7/11 ആയിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അപ്പൊ ഇവിടുത്തെ ചെറിയ ഭിന്നസംഖ്യ 7/11 ആണ്. ഇനി ഛേദം ഏറ്റവും ചെറുത് വരുന്നത് നോക്കുക. ചെറിയ സംഖ്യ ഇവിടെ ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ 8 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ 7/8 ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. ക്ലിയർ ആണോ? അതായത് ടൈപ്പ് 1 നേരെ ഓപ്പോസിറ്റ് ആണ്. ടൈപ്പ് 1 നമ്മൾ പഠിച്ചത് ഡിനോമിനേറ്റർ അഥവാ ഛേദം സെയിം ആയിരുന്നു. അപ്പൊ അംശം നോക്കുക. അംശത്തിലെ ചെറിയ സംഖ്യ വരുന്നത് ചെറിയ ഭിന്നസംഖ്യ, അംശത്തിലെ വലിയ സംഖ്യ വരുന്നത് വലിയ ഭിന്നസംഖ്യ. ഇവിടെ നേരെ ഓപ്പോസിറ്റ്. അംശം സെയിം ആണ്. അപ്പൊ ഛേദം നോക്കുക. ഛേദത്തിലെ ചെറിയ സംഖ്യ ആയിരിക്കും
വലിയ ഭിന്നസംഖ്യ. വലിയ സംഖ്യ ആയിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. ഇതെല്ലാം വളരെ ഈസിയാണ്. തന്നെ ചെയ്തിട്ട് ആൻസർ ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക. ഓക്കെ, അപ്പൊ നോക്കി 3 അംശം സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഛേദം നോക്കുക. ഛേദത്തിലെ ഏറ്റവും വലിയ സംഖ്യ 8 അല്ലെ? അപ്പൊ ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 3/8 ആണ്. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ 3/8 എന്ന് കിട്ടി. ഇനി ഛേദത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ നോക്കുക. ഏതാണ്? 5, 4, 7, 8. 4 അല്ലേ? അപ്പൊ വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 3/4 ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ആരോഹണ ക്രമത്തിൽ എഴുതിയാലോ? അങ്ങനെ വേണമെങ്കിലും ചോദിച്ചൂടെ എക്സാമിന്. അപ്പൊ ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോ ഏറ്റവും ചെറുത് ആദ്യം വരണം. ഏറ്റവും ചെറുത് ഏതാണ്? 3/8 ആണ്. 3/8 ആദ്യം കൊടുത്തു. ഇനി അടുത്ത ചെറുത് ഏതാണ്? 8 കഴിഞ്ഞാല് പിന്നെ ഡിനോമിനേറ്ററിൽ വലുത് 7 ആണ്. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ അടുത്തത് 3/7 ആയിരിക്കും. അപ്പൊ 3/7. ഇനി അടുത്തത് അതുപോലെ തന്നെ 8ഉം 7ഉം കഴിഞ്ഞാൽ പിന്നെ വലിയത് ഏതാണ്? 5 ആണ്. അപ്പൊ അടുത്ത ചെറിയ ഭിന്നസംഖ്യ 3/5. 3/5. ഇനി ബാക്കി ഏതാ ഉള്ളത്? 3/4. ക്ലിയർ ആണോ? ഇനി ഇത് തിരിച്ച് അവരോഹണ ക്രമത്തിലാണെങ്കിലോ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ആദ്യം വരണം. ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാല് ഛേദത്തില് ഏറ്റവും ചെറിയ സംഖ്യ ഉള്ളത്, അതായത് 3/4. അപ്പൊ 3/4 ആദ്യം വരും. രണ്ടാമത് ഏത് വരും? 3/5 വരും. പിന്നെ 3/7. പിന്നെ എന്ത് വരും? 3/8. ക്ലിയർ ആണോ? അപ്പൊ ആരോഹണ ക്രമവും അവരോഹണ ക്രമവും മനസ്സിലായല്ലോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, ഇതും അതുപോലെ ആൻസർ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് നോക്കുക. 400/1001, 400/9001, 400/801, 400/1503. ഇതില് അംശം എന്താണ്? 400 ആണ്. അപ്പൊ അംശം സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഛേദത്തിലേക്ക് നോക്കുക. ഛേദത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏതാണ് ഏറ്റവും ചെറിയ സംഖ്യ? 801 ആണ്. അപ്പൊ വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? ചെറിയ സംഖ്യ വരുന്നത് 400/801 ആണ് ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഇനി ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും വലിയ ഡിനോമിനേറ്റർ വരുന്നത് ഏതാണെന്ന് നോക്കാം. ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഏതാണ്? 9001 അല്ലെ? അപ്പൊ 400/9001 ആയിരിക്കും ചെറിയ ഭിന്നസംഖ്യ. 400/9001. ക്ലിയർ ആണോ? ഇനി ഇതിനെ ആരോഹണ ക്രമം അവരോഹണ ക്രമം ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അപ്പൊ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ടൈപ്പ് 2-ല് എന്താണ് പ്രത്യേകത? എന്താണ്? അംശം അഥവാ ന്യൂമറേറ്റർ സെയിം ആയിരിക്കും. അംശം അഥവാ ന്യൂമറേറ്റർ സെയിം ആയിട്ട് വരുന്ന കേസിൽ ഛേദം നോക്കുക. ഛേദത്തിലെ ചെറിയ സംഖ്യ വരുന്നതായിരിക്കും അവിടുത്തെ വലിയ ഭിന്നസംഖ്യ. ഛേദത്തിലെ വലിയ സംഖ്യ വരുന്നതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ക്ലിയർ ആണോ? അടുത്തതായിട്ട് ടൈപ്പ് 3, വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കുക. നോക്കി, 3/7, 2/11, 4/5, 5/9. കണ്ടപ്പോ തന്നെ എന്ത് മനസ്സിലായി? അംശവും സെയിം അല്ല, ഛേദവും സെയിം അല്ല. ടൈപ്പ് 1 ടൈപ്പ് 2-ലൊക്കെ എന്തായിരുന്നു? ഒന്നെങ്കിൽ അംശം സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഛേദം സെയിം ആയിരിക്കും. ഇവിടെ രണ്ടും സെയിം അല്ല. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക? 3യെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 2നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 4നെ 5 കൊണ്ട്, 5നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെസിമൽസ് കിട്ടും അല്ലെ? അപ്പൊ കുറച്ച് സമയം എടുക്കും. ആ ഡിവിഷന് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അത്ര സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2 മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ, പെട്ടെന്ന് കിട്ടുന്നത് ഏതാണോ, ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിനും 2 മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കിയാലോ? അതിനു മുന്നേ ഒരു കാര്യം പറയാം. ഈ ടൈപ്പ് 3-ലെ 2 മെത്തേഡ്സും നമുക്ക് എവിടെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ചെറിയ ഭിന്നസംഖ്യയും വലിയ ഭിന്നസംഖ്യയും കണ്ടുപിടിക്കാനുള്ള എല്ലാ പ്രോബ്ലംസിനും ഈ മെത്തേഡ്സ് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കാം.
മെത്തേഡ് 1 നമുക്കിവിടെ 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ 4 ഭിന്നസംഖ്യകളിലെ ആദ്യത്തെ 2 എണ്ണത്തിനെ എടുത്തെഴുതുക. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന വലിയ ഭിന്നസംഖ്യയാണ്. അപ്പൊ 3/7 2/11 എടുത്തെഴുതി. എന്നിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 3 × 11. 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 2 × 7. ഓക്കെ, ഇതായിരിക്കും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക. 3യെ ആദ്യം ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 11 33. അത് 3യുടെ മുകളിൽ എടുത്ത് എഴുതി. ഓക്കെ, 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 7 14. അത് 2ന്റെ മുകളിൽ എടുത്തെഴുതി. ചിലർക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്, 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു, അപ്പൊ ഇവിടെയാണോ എടുത്തെഴുതേണ്ടത്? ഒന്നുമില്ല, 3യെ അല്ലേ നമ്മൾ ക്രോസ് ചെയ്തത്, അപ്പൊ 3യുടെ മുകളിൽ വേണം എഴുതാൻ. 2നെ 7ലോട്ടല്ലേ ക്രോസ് ചെയ്തത്, അപ്പൊ 2ന്റെ മുകളിൽ വേണം എഴുതാൻ. ക്ലിയർ ആണോ? അപ്പൊ 3യെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി. 2നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ എഴുതി. ഇനി ഈ 2 സംഖ്യകളിൽ ഏതാണ് വലുതെന്ന് നോക്കുക. ഏതാണ് വലുത്? 33 ആണ് വലുത് അല്ലെ. അപ്പൊ വലിയ ഭിന്നസംഖ്യയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്രോസ് ചെയ്തിട്ടുള്ള വലിയ സംഖ്യ നമ്മൾ നോക്കുക, 33. അതിന്റെ താഴെയുള്ള ഭിന്നസംഖ്യ 3/7. ഇതുമായിട്ട് ഇനി മുന്നോട്ട് പോവുക. അപ്പൊ ആദ്യത്തെ 2 ഭിന്നസംഖ്യകളിൽ വലിയ ഭിന്നസംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ്? 3/7. ഇനി ഈ 3/7നെ 4/5 ആയിട്ട് ക്രോസ് ചെയ്യുക. എളുപ്പല്ലേ? 4/5. 3യെ 5ലോട്ട് ക്രോസ് ചെയ്തു. എത്ര കിട്ടി? 3 × 5 15 എന്ന് കിട്ടി അല്ലെ. ഇനി 4നെ 7ലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എത്ര കിട്ടി? 28 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 3/7 4/5. ഈ 2 ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുത്? എവിടെയാണോ വലിയ നമ്പർ വന്നിട്ടുള്ളത് അതാണ് വലുത്. 28 അല്ലേ വലിയ നമ്പർ. അപ്പൊ ഇവിടുത്തെ വലിയ ഭിന്നസംഖ്യ ഏതാണ്? 4/5 ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക? 4/5 ആയിട്ട് മുന്നോട്ട് പോവുക. 4/5. ബാക്കി ഇവിടെ എന്തുണ്ട്? 5/9. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താ? സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഈ 2 ഭിന്നസംഖ്യകളിൽ ഏതാണ് വലുതെന്ന് നോക്കുക. അതിനുവേണ്ടി 4നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുന്നു. 4 × 9 36. 5 × 5 എത്രയാണ്? 25. ഓക്കെ, അപ്പൊ വലിയ നമ്പർ ഏതിനാ കിട്ടിയത്? 36 റിഗാർഡിംഗ് ടു 4/5. അപ്പൊ വലിയ ഭിന്നസംഖ്യ ഏതാണെന്ന് കിട്ടി? 4/5 ആണെന്ന് കിട്ടി. ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുത്തെഴുതുക. അതില് വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ വലിയതുമായിട്ട് അടുത്തതിനെ ചെയ്യുക. വീണ്ടും അവിടെ കിട്ടുന്ന വലിയ ഭിന്നസംഖ്യയായിട്ട് അടുത്തതിനെ ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ ഒരു 6 ഭിന്നസംഖ്യ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വീണ്ടും ചെയ്തു പോകേണ്ടി വന്നേനെ. ഓക്കെ, അപ്പൊ നോക്കിയേ, 3/7 2/11. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? 3യെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 33 എന്ന് കിട്ടി. അത് 3യുടെ മുകളിൽ എടുത്ത് എഴുതി. 2നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. അപ്പൊ 14 എന്ന് കിട്ടി. അതിനെ 2ന്റെ മുകളിൽ എടുത്ത് എഴുതി. എന്നിട്ട് വലിയ സംഖ്യ വന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഏതാണ്? 33. 3/7 ആണ്. ഈ 3/7 മുന്നോട്ട് പോവുക. ഇനി ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്ന, അല്ലെ നമ്മൾ കണ്ടുപിടിക്കുന്ന ചെറിയ ഭിന്നസംഖ്യ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്നതിൽ ചെറുതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയേനെ. ഇവിടെ നമ്മൾ വലിയ ഭിന്നസംഖ്യയാണ് നോക്കുന്നത്. അപ്പൊ കിട്ടിയതിൽ വലുത് എടുത്തെഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? മൂന്നാമത്തെ ഭിന്നസംഖ്യ എടുത്തെഴുതുക. എന്നിട്ട് 3/7 4/5 വലുത് ഏതാണെന്ന് നോക്കുക. അതിന് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എടുത്തെഴുതുക. അപ്പൊ ഏതാണ് വലിയ സംഖ്യ? 28 ആണ് വലിയ സംഖ്യ. അപ്പൊ എന്ത് ചെയ്യുക? 28 ബന്ധപ്പെട്ട ഭിന്നസംഖ്യ ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ 4/5 വീണ്ടും എടുത്തെഴുതി. എന്നിട്ട് ഇവിടെ ബാക്കി ഇനിയുള്ള ഭിന്നസംഖ്യ ഏതാണ്? 5/9 ആണ്. അപ്പൊ 5/9 എടുത്തെഴുതി. എന്നിട്ട് 4നെ 9 മൾട്ടിപ്ലൈ ചെയ്തു. 5നെ 5 മൾട്ടിപ്ലൈ ചെയ്തു. 4 × 9 36. 5 × 5 25 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ വലുത് ഏതാണ്? 36 ആണ്.
അപ്പൊ 4/5 ആണ് വലിയ ഭിന്നസംഖ്യ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കണം അല്ലെ? സെയിം പ്രോസസ്സ് തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ചെറിയ ഭിന്നസംഖ്യ ആവുമ്പോഴും സെയിം എന്ത് ചെയ്യുക? 3/7 2/11 എടുത്തെഴുതുക. 3/7 2/11 എന്നിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ 3 × 11 33, 2 × 7 14. ഇവിടുന്ന് ചെറിയതുമായിട്ട് മുന്നോട്ട് പോവുക. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെറിയ ഭിന്നസംഖ്യയാണ്. ഇവിടെ ചെറുത് ഏതാണ്? 14 ആണ്. അപ്പൊ 2/11 എടുത്തെഴുതുക. അടുത്ത ഭിന്നസംഖ്യ നോക്കുക. അടുത്ത ഭിന്നസംഖ്യ ഏതാ? 4/5. അതെടുത്ത് എഴുതി. എന്നിട്ട് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. 2നെ 5 കൊണ്ട് ക്രോസ് ചെയ്യുക 10, 4നെ 11 കൊണ്ട് ക്രോസ് ചെയ്യുക 44 എന്ന് കിട്ടും. ഇവിടെ വലുത് ഏതാണ്? 44 ആണ്. ചെറുത് ഏതാണ്? 10 ആണ്. നമുക്ക് ഏത് മതി? ചെറുത് മതി. കാരണം നമ്മൾ ചെറിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ 2/11 തന്നെ മുന്നോട്ട് പോവുക. 2/11 എടുത്ത് എഴുതി. ഇനി ഇവിടെ ബാക്കി ഒരു ഭിന്നസംഖ്യ കൂടിയില്ലേ? അതുകൂടെ ചെക്ക് ചെയ്യുക. 5/9. സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക. 2നെ 9ഉമായിട്ട് ക്രോസ് ചെയ്യുക. എത്ര വരും? 2 × 9 18, 5 × 11 55 എന്ന് വരും. ഇവിടുത്തെ ചെറിയ ഭിന്നസംഖ്യ എഗെയിൻ എന്ത് തന്നെ കിട്ടി? 2/11 എന്ന് തന്നെ കിട്ടി. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ എത്രയാണ്? 2/11 ആണ്. സെയിം സംഭവം തന്നെയാണ് നമ്മൾ ചെയ്തത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. വലിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കിട്ടുന്നതിൽ വലുതുമായിട്ട് മുന്നോട്ട് പോവുക. ചെറിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കിട്ടുന്നതിൽ ചെറുതുമായിട്ട് മുന്നോട്ട് പോവുക. മനസ്സിലായോ? ഈ മെത്തേഡ് നമുക്ക് കാണുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. അത് ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയോണ്ടാണ്. നിങ്ങൾ തന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ മിനിറ്റിൽ ആൻസർ കിട്ടും. വളരെ എളുപ്പമാണ്. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് സ്ഥലം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത മെത്തേഡ് കൂടെ നോക്കാം. ഇത് മെത്തേഡ് 1 ആണ്. ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. സെയിം നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കണ്ട. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് വളരെ എളുപ്പമാണ്. എല്ലാ പ്രോബ്ലംസിനും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എക്സെപ്ഷൻ ഉള്ളത് ഞാൻ പറയാം. എക്സെപ്ഷൻ ഒന്നും ഇല്ല, ചെറിയൊരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. അത് ഞാൻ വഴിയെ പറയാം. അപ്പൊ രണ്ടാമത്തെ മെത്തേഡിൽ ഒന്നുമില്ല, അംശത്തിൽ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. 30/7 ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കുമ്പോൾ 20/11 എന്ന് വരും. ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 40/5 എന്ന് വരും അല്ലെ? 40/5. ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 50/9 എന്ന് വരും. ഇനി 0 മാത്രം ഇട്ട് കൊടുത്താൽ പോരാ, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. 30/7 എത്ര വരും? 4 7 28 അല്ലെ? അപ്പൊ 4 എന്ന് വരും. പോയിന്റ് സംതിങ് എന്ന് വരും. 4 പോയിന്റ് സംതിങ് എന്ന് വരും 30/7. പക്ഷെ പോയിന്റ് കഴിഞ്ഞുള്ളതൊന്നും നോക്കണ്ട, 4 മാത്രം എടുത്തെഴുതുക. 20/11 20ൽ 11 എത്ര തവണ അടങ്ങും? ഒരു തവണ അല്ലെ? അപ്പൊ 1 പോയിന്റ് സംതിങ് എന്ന് വരും. 1 മാത്രം എടുത്താൽ മതി. ഇനി 40/5 എത്ര വരും? 5 8 40 അല്ലെ? അപ്പൊ 8 എന്ന് വരും. പോയിന്റ് വരുമോ? ഇല്ല അല്ല. ഇനി വന്നാലും 8 മാത്രം എടുത്താൽ മതി. 50/9 എത്ര വരും? 5 9 45 അല്ലെ? അപ്പൊ 5 പോയിന്റ് സംതിങ് എന്ന് വരും. 5 മാത്രം എടുത്താൽ മതി. അപ്പൊ 4 1 8 5 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കാവുള്ളേ? വലിയ ഭിന്നസംഖ്യ, ചെറിയ ഭിന്നസംഖ്യ. വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ ഈ കിട്ടിയ നമ്പേഴ്സിലെ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഏതാണ് വലിയ സംഖ്യ? 8 ആണ് അല്ലെ? 4 1 8 5. അതിലെ വലിയ സംഖ്യ 8 ആണ്. ഈ വലിയ സംഖ്യയോട് ചേർന്നുള്ളത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. എളുപ്പമല്ലേ? അപ്പൊ 8നോട് ചേർന്നുള്ളത് 40/5 ആണോ? അല്ല, 4/5 ആണ്. ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ട് 40/5 അയ്യോ എന്റെ ഓപ്ഷനിൽ ഇല്ലല്ലോ അങ്ങനെ വിചാരിക്കരുത്. 40/5 അല്ല, 4/5. അപ്പൊ വലിയ ഭിന്നസംഖ്യ ഏതാണെന്ന് കിട്ടി? 4/5 ആണെന്ന് കിട്ടി. ഇതല്ലേ നമുക്ക് മെത്തേഡ് 1ലും കിട്ടിയത്. പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടിയോ? ഇല്ല, കുറച്ചും കൂടെ സമയം എടുത്തു അല്ലെ? ഇതാവുമ്പോ വളരെ പെട്ടെന്ന് കിട്ടും. ഞാനിപ്പോ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാൻ എടുക്കുന്ന സമയമാണിത്.
നിങ്ങൾ ചെയ്യുമ്പോൾ 1 മിനിറ്റ് പോയിട്ട് അര മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത എന്തുകൂടെ കണ്ടുപിടിക്കണം? ചെറിയ ഭിന്നസംഖ്യ കൂടി കണ്ടുപിടിക്കണം. ചെറിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 4 നമ്പേഴ്സ് നോക്കുക, ഇതിലെ ചെറിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ചെറിയ സംഖ്യ ഏതാണ്? 1 ആണ്. 1നോട് ചേർന്ന് കിടക്കുന്നത് 20/11. അപ്പൊ 20/11 ആണോ ചെറിയ ഭിന്നസംഖ്യ? അല്ല. ഏതാണ്? 2/11 ആണ്. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ 2/11. ഇതാണോ നമ്മള് മെത്തേഡ് 1ൽ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അല്ലേ? ഇത് തന്നെയല്ലേ കിട്ടിയത്? എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പം ടൈപ്പ് 3യില് മെത്തേഡ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അംശത്തിന്റെ കൂടെ ഒരു 0 കൂടി ചേർക്കുക. അപ്പൊ കിട്ടുന്ന, അത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സിലെ ചെറിയ സംഖ്യ ഏതാണോ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഭിന്നസംഖ്യ ചെറിയ ഭിന്നസംഖ്യയും, വലിയ സംഖ്യ ഏതാണോ അതിനോട് ചേർന്ന് നിൽക്കുന്നത് വലിയ ഭിന്നസംഖ്യയും ആയിരിക്കും. ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് വരാം. ഡൗട്ട് വന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. വരാം. ഇവിടെ ഉണ്ടായിരുന്ന ഭിന്നസംഖ്യ സോൾവ് ചെയ്തപ്പോ നമുക്ക് 8 തന്നെയാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ 5 തന്നെ കിട്ടിയെന്ന് വിചാരിക്കുക. 2 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് വിചാരിക്കുക. എന്ത് ചെയ്യണം? ഒന്നുമില്ല, ആ ഡൗട്ട് ഉള്ള 2 ഭിന്നസംഖ്യകളെ തമ്മിൽ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് ക്രോസ് ചെയ്ത് നോക്കുക. അതിലപ്പൊ കിട്ടുന്ന വലിയ ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും, വലിയ സംഖ്യ ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇത് മനസ്സിലായോ? എളുപ്പമല്ലേ? 2 മെത്തേഡ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്തത് രണ്ടാമത്തെ പ്രോബ്ലം നോക്കി. വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 3/8, 5/7, 3/4, 2/11. ഓക്കെ, അപ്പൊ മെത്തേഡ് 1ഉം മെത്തേഡ് 2ഉം വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മെത്തേഡ് 2 വെച്ചിട്ട് ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 2 മെത്തേഡിൽ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് നോക്കിയാലോ. വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ ഏത് ചോദിച്ചാലും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന 2 ഭിന്നസംഖ്യകൾ എടുത്ത് എഴുതുക. 3/8ഉം 5/7. പിന്നെന്താ ചെയ്യേണ്ടത്? 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ എഴുതുക. 3 × 7 21 എന്ന് കിട്ടും. 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 8 40 എന്ന് കിട്ടും. അപ്പൊ ഇനി നോക്കിയേ, വലിയ ഭിന്നസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ വലിയ സംഖ്യ ഏതാണെന്ന് നോക്കുക. ഏതാണ് വലിയ സംഖ്യ? 40 ആണ് വലിയ സംഖ്യ. അപ്പൊ അതിന് താഴെയുള്ളത് 5/7. അപ്പൊ അതെടുത്ത് എഴുതുക. 5/7. ഈ 2 സംഖ്യകളിലെ വലിയ ഭിന്നസംഖ്യ 5/7 ആണ്. അപ്പൊ അതെടുത്ത് എഴുതി. ഇനി ഈ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂടെ ചെക്ക് ചെയ്യുക. 3/4. ഇനി ഇതിൽ ഏതാണ് വലുതെന്ന് കണ്ടുപിടിക്കുക. അതിനെന്താ ചെയ്യുക? 5നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 5 × 4 20 അല്ലെ? ഇനി 3യെ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. 3 × 7 എത്ര വരും? 21 എന്ന് കിട്ടും. അപ്പൊ വലിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടിലെ വലുത് ഏതാണ്? 21ന് താഴെയുള്ളത് ഏതാ? 3/4. അപ്പൊ ഈ 3/4 അടുത്ത ഭിന്നസംഖ്യയെ ചെയ്തു നോക്കുക. അടുത്ത ഭിന്നസംഖ്യ 2/11. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 11 33 അല്ലെ? 2 × 4 8. ഇവിടെ ഏതാണ് വലുത്? 33 ആണോ 8 ആണോ? 33. അപ്പോ 3/4 ആണ് നമ്മുടെ വലിയ ഭിന്നസംഖ്യ എന്ന് നമുക്ക് കിട്ടി. അതല്ലേ ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. വലിയ ഭിന്നസംഖ്യ കാണണം. വലുത് ഏതാണെന്ന് കിട്ടി? 3/4 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. സെയിം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എന്തായിരുന്നു രണ്ടാമത്തെ മെത്തേഡ്? അംശത്തില് ഓരോ 0 കൊടുക്കുക അല്ലെ? അപ്പൊ 3/8 എന്താവും? 30/8 ആവും. രണ്ടാമത്തെ ഭിന്നസംഖ്യ 5/7 എന്താവും? 50/7 ആവും. മൂന്നാമത്തെ ഭിന്നസംഖ്യ 3/4 എന്താവും? 30/4 ആവും. നാലാമത്തെ ഭിന്നസംഖ്യ 2/11 എന്താവും? 20/11 ആവും. ഓക്കെ, ഇനി ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല. ഡിവൈഡ് ചെയ്ത് നോക്കാം. 30/8 എത്ര കിട്ടും? 1 8 8 2 8 16 3 8 24 അല്ലെ? അപ്പൊ 3 എന്ന് കിട്ടും.
പോയിന്റ് ബാക്കിയൊക്കെ വേണോ? വേണ്ട. 50/7 7 49, അപ്പൊ 7 എന്ന് കിട്ടും. ഓക്കെ. 30/4 7 4 28 അല്ലെ, അപ്പൊ 7 എന്ന് കിട്ടും. 20/11 1 എന്ന് കിട്ടും. ആണല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഡെസിമൽ ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. നേരത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ലേ? 7 7 2 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. 3യും 1ഉം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അത് രണ്ടും ഇതിനേക്കാളും ചെറുതാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വലിയ ഭിന്നസംഖ്യയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമോ ഏതാണ് വലുത് എന്ന്? മനസ്സിലാവുമോ? അപ്പോ എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇപ്പൊ ഡെസിമലും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാവുമെന്ന്. അത്രയൊന്നും ചെയ്യണ്ട. ഈ കൺഫ്യൂഷനുള്ള 2 സംഖ്യകളില്ലേ, ആ ഭിന്നസംഖ്യകള് താഴോട്ടെടുത്ത് എഴുതുക. 5/7 3/4. ശേഷം ഇതിനെ നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ ചെയ്ത പോലെ ക്രോസ് ചെയ്ത് നോക്കുക. 3 7 21, 5 × 4 20. ഇവിടെ ഏതാണ് വലുത്? 21 അല്ലെ. അപ്പൊ വലിയ ഭിന്നസംഖ്യ ഏതായിരിക്കും? 3/4 ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ ഡൗട്ട് ഉള്ള 2 ഭിന്നസംഖ്യകൾ എടുക്കുക, എന്നിട്ട് അതിനെ ക്രോസ് ചെയ്ത് നോക്കുക. ക്രോസ് ചെയ്യുമ്പോൾ ഏത് നമ്പർ ആണോ വലുത് വരുന്നത് ആ ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. എളുപ്പമല്ലേ? എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? സെയിം ആൻസർ 2 മെത്തേഡും വെച്ചിട്ട് കിട്ടിയില്ലേ? ഇവിടെ ഒറ്റ സ്റ്റെപ്പിലാണ് നമുക്ക് ആൻസർ കിട്ടിയത്. സെയിം ആയിട്ട് വന്നതുകൊണ്ട് 2 സ്റ്റെപ്പ് വേണ്ടി വന്നു. അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആവുമ്പോൾ കുറച്ചുകൂടി സ്റ്റെപ്പ് കൂടുതലാണ്. രണ്ടും എളുപ്പമാണ്. നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പൊ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് 3 ക്ലോസ് ചെയ്യാം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6/7 4/5 2/3 3/4. എന്താ കണ്ടുപിടിക്കേണ്ടത്? ചെറിയ ഭിന്നസംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യനിൽ വലിയ ഭിന്നസംഖ്യ ആയിരുന്നു, ഇവിടെ ചെറിയ ഭിന്നസംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ മെത്തേഡ് വെച്ചിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ 2 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഫസ്റ്റ് മെത്തേഡ് ആയിരിക്കും എളുപ്പമായിട്ട് തോന്നിയത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഞാൻ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് മെത്തേഡ് എന്താ ചെയ്യുക? ആദ്യത്തെ 2 ഭിന്നസംഖ്യകൾ എടുത്തെഴുതുക, എന്നിട്ട് അതിലെ ചെറിയത് കണ്ടുപിടിക്കുക. ഇവിടെ ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പൊ അതിലെ ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ചെറുതുമായിട്ട് മുന്നോട്ട് പോവുക. മൂന്നാമത്തതുമായിട്ട് ചെയ്തു നോക്കുക, അതിലെയും ചെറുത് കണ്ടുപിടിക്കുക. പിന്നെ നാലാമത്തതുമായിട്ട് ആ ചെറുത് ക്രോസ് ചെയ്ത് നോക്കുക. അപ്പൊ കിട്ടുന്നത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. നോക്കാം. അപ്പൊ 6/7 പിന്നെന്താണ്? 4/5. 6/7 4/5 ക്രോസ് ചെയ്യുക. 5 6 30. ഇവിടെ 4 × 7 എത്ര വരും? 28 എന്ന് വരും അല്ലെ. ഇതില് ചെറുത് ഏതാണ്? 28 ആണ് അല്ലെ. അപ്പൊ ഈ 2 ഭിന്നസംഖ്യകളിലെ ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 4/5 ആണ്. ഇനി ക്രോസ് ചെയ്തിട്ട് എവിടെയാണ് ഇത് എടുത്ത് എഴുതേണ്ടതെന്നുള്ളത് കൺഫ്യൂഷൻ വരല്ലേ. 6 × 5 ആണ് അല്ലെ. 6നെയാണ് നമ്മൾ ക്രോസ് ചെയ്തത്. അപ്പൊ 6ന്റെ മുകളിൽ വേണം എഴുതാൻ. 4നെയാണ് നമ്മൾ 7ലോട്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ 4ന്റെ മുകളിൽ വേണം എഴുതാൻ. ഓക്കെ. അപ്പൊ 28 4/5. ഇനി ആ 4/5 എടുത്തെഴുതി. എന്നിട്ട് മൂന്നാമത്തെ ഭിന്നസംഖ്യ ഏതാണ്? 2/3. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് നോക്കുക. 4 × 3 എത്ര വരും? 12 എന്ന് വരും അല്ലെ. ഇനി 2 × 5 എത്രയാണ്? 10 എന്ന് വന്നു. അപ്പോ ഈ 2 ഭിന്നസംഖ്യകളില് ചെറുത് ഏതാണ്? 10നോട് ചേർന്നത്, അതായത് 2/3. അപ്പൊ ഇനി എന്ത് ചെയ്യുക? 2/3 എടുത്തെഴുതുക. ശേഷം ബാക്കി എന്തുണ്ട്? 3/4 കൂടി ഉണ്ട്. അതുകൂടെ എടുത്തെഴുതിയിട്ട് അത് രണ്ടില് ഏതാണ് വലുതെന്ന് ഏതാണ് ചെറുതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 2 × 4 8. 3 × 3 9. ഇവിടെ ചെറുത് ഏതാണ്? 8 ആണ്. അപ്പൊ 8നോട് ചേർന്നത് 2/3. അപ്പൊ നമ്മുടെ ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 2/3 ആണ്. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ നമുക്ക് കിട്ടി. ഏതാണ്? 2/3 ആണ്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? വലിയ ഭിന്നസംഖ്യ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യണം?
നമ്മൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വലുതുമായിട്ട് മുന്നോട്ട് പോവുക. ഇവിടെ ചെറിയ ഭിന്നസംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചെറുതുമായിട്ട് മുന്നോട്ട് പോവുക. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്ന മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് കൂടെ ചെയ്ത് നോക്കാം. സെയിം ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മെത്തേഡ് 2. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? ഒന്നുമില്ല, അംശങ്ങളിലെല്ലാം 0 കൊടുക്കുക. 6/7 എന്താവും? 60/7. അടുത്തത് 40/5. അടുത്തത് 20/3. 20/3. അടുത്തത് 30/4. 30/4 അല്ലെ? ഇനി ഇത് ഡിവൈഡ് ചെയ്യുക. എത്ര വരും? 7 8 56 അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരും? 8 എന്ന് കിട്ടും. പോയിന്റ് കഴിഞ്ഞുള്ളത് വേണോ? വേണ്ട. ഇവിടെ എത്ര കിട്ടും? 5 8 40 അല്ലെ? അപ്പൊ 8 എന്ന് കിട്ടും. 20/3 എത്ര വരും? 6 എന്ന് വരും അല്ലെ? 1 6 6 2 6 15 3 6 18 അല്ലെ? അപ്പൊ 6 എന്ന് വരും. ഇനി 30/4 എത്ര വരും? 7 എന്ന് വരും അല്ലെ? 4 7 28. അപ്പൊ 8 8 6 7 എന്ന് കിട്ടി. ഇവിടെ രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ലേ? 8ഉം 8ഉം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 6/7ഉം 4/5ഉം കൂടെ ക്രോസ് ചെയ്യണം. പക്ഷെ ഈ പ്രോബ്ലത്തിൽ നമ്മൾ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ചെറിയ ഭിന്നസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഏറ്റവും ചെറുത് ഏതാണ്? 6 ആണ്. 6നോട് ചേർന്ന് വന്നിരിക്കുന്ന ഭിന്നസംഖ്യ 20/3 ആണോ? അല്ല, 2/3 അല്ലെ? അപ്പോ ചെറുത് ഏതാണെന്ന് കിട്ടി? 2/3 ആണെന്ന് കിട്ടി. എളുപ്പമല്ലേ? വലിയ ഭിന്നസംഖ്യ ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ 6/7ഉം 4/5ഉം കൂടെ നമ്മൾ ക്രോസ് ചെയ്യണമായിരുന്നു. ഇവിടെ അതിന്റെ ആവശ്യമില്ല, ക്രോസിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ചെറിയ ഭിന്നസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ ടൈപ്പ് 3യില് 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. ഈ മെത്തേഡ് ആവുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ മെത്തേഡ് കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം. ചിലർക്ക് ഡിവിഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവര് ഈ രീതിയിൽ തന്നെ ചെയ്യുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക. അടുത്തത് ടൈപ്പ് 4, ചെറുതും വലുതും കണ്ടെത്തുക തന്നെ. നോക്കിക്കോ. 12/17, 7/12, 9/14, 21/26. ഇങ്ങനെ ഒരു പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വ്യത്യാസം? ടൈപ്പ് 3യിലും ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ? അംശവും ഛേദവും വ്യത്യാസമാണ്. പിന്നെ ഇവിടെ എന്താ ഡിഫറൻസ്? ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഒരു ഡിഫറൻസ് അല്ല, 2 ഡിഫറൻസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളെല്ലാം എന്ത് ടൈപ്പ് ഭിന്നസംഖ്യയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 12 അംശം, 17 ഛേദം. അംശം ചെറുതും ഛേദം വലുതുമായിട്ട് വരുന്ന ഭിന്നസംഖ്യ എന്ത് ഭിന്നസംഖ്യയാണ്? പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നസംഖ്യയാണ് അല്ലെ? അപ്പൊ ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ആ പ്രത്യേകത കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാം. എന്താണ് ആ പ്രത്യേകത? ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. 12 17 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ് അല്ലെ? 7 12 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 5 ആണ്. എഗെയിൻ 9ഉം 14 എത്രയാണ്? വ്യത്യാസം എത്രയാണ്? 5. 21 26 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 5 ആണ് അല്ലെ? അപ്പോ പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നമാണ്. അതുപോലെ തന്നെ ഡിഫറൻസ് സെയിം ആണ്. ഡിഫറൻസ് എത്രയാണ്? 5 ആണ്. ഈ 4 ഭിന്നസംഖ്യകൾക്കും അത് സെയിം ആണ്. ഈ കേസിൽ അതായത് തന്നിരിക്കുന്ന ഭിന്നസംഖ്യ ഒരു സാധാരണ ഭിന്നസംഖ്യ അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ ആവുന്നു. അതുപോലെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ എല്ലാം അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരുപോലെ വരികയാണ്. ഈ 2 കേസിലും നമ്മൾ ചെയ്യേണ്ടത് എളുപ്പമാണ്. വലിയ അംശവും ഛേദവും ഉള്ള ഭിന്നസംഖ്യ ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. ചെറിയ അംശവും ഛേദവുമുള്ള ഭിന്നസംഖ്യ ആയിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ എന്ത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം? പ്രോപ്പർ ഫ്രാക്ഷൻ ആയിരിക്കണം, ഡിഫറൻസ് സെയിം ആയിരിക്കണം.
അപ്പൊ പ്രോപ്പർ ഫ്രാക്ഷനും ആണ്, ഡിഫറൻസ് സെയിമും ആണെന്നുണ്ടെങ്കിൽ നോക്കുക, അംശവും ഛേദവും ചെറുത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ, അംശവും ഛേദവും വലുത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇവിടെ വലിയ ഭിന്നസംഖ്യ ആദ്യം നോക്കാം. അംശവും ഛേദവും വലുത് വരുന്നത് ഇതിൽ ഏതിനാണ്? നോക്കേ, 21ഉം 26ഉം അല്ലേ? അപ്പൊ ഇവിടുത്തെ വലിയ ഭിന്നസംഖ്യ 21/26. ഓക്കെ, ഇനി ചെറുത് കണ്ടുപിടിക്കണം. അംശവും ഛേദവും ചെറുത് വരുന്നത് ഏതാണ്? ഇവിടെ അംശവും ഏറ്റവും ചെറുത് 7 ആണ് അല്ലെ, ഛേദവും 12. അപ്പൊ 7/12 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോ ചെറുതും വലുതും കണ്ടെത്താനായിട്ട് പ്രോപ്പർ ഫ്രാക്ഷനും തന്നിരിക്കുന്ന അംശത്തിന്റെ ഛേദത്തിന്റെയും ഡിഫറൻസ് സെയിം ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം നോക്കുക, അംശവും ഛേദവും വലുത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ, അംശവും ഛേദവും ചെറുത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്തേ. എളുപ്പമല്ലേ? തന്നെ ചെയ്തിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇങ്ങോട്ട് നോക്കിയാൽ മതി. വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ചെയ്തോ? അപ്പൊ നമുക്ക് നോക്കിയാലോ. 5/7, 8/10, 11/13, 17/19. ഇവിടെ പ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്ന് നമുക്ക് കണ്ടപ്പോഴേ മനസ്സിലായി അല്ലെ? അംശം ചെറുതും ഛേദം വലുതും. ഡിഫറൻസ് സെയിം ആണോ? ആണ്. എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ് ഡിഫറൻസ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കാം? വലിയ അംശവും ഛേദവും വരുന്നത് നോക്കിയാൽ മതി. ഇനി ഏതെങ്കിലും ഒന്ന് നോക്കിയാലും മതി, അംശവും ഛേദവും നോക്കുക. അപ്പൊ 17/19 വലിയ ഭിന്നസംഖ്യ 17/19 എന്ന് കിട്ടി. ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? 5/7 എന്ന് കിട്ടി. ക്ലിയർ ആണോ? 5/7. ഓക്കെ ആണോ? അപ്പൊ ടൈപ്പ് 4 മനസ്സിലായോ? എന്താണ്? സാധാരണ ഭിന്നവും ആണ്. ഡിഫറൻസ് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഡിഫറൻസും സെയിം ആണെന്നുണ്ടെങ്കിൽ അംശവും ഛേദവും നോക്കുക. അംശവും ഛേദവും വലുത് വലിയ ഭിന്നസംഖ്യ, അംശവും ഛേദവും ചെറുത് ചെറിയ ഭിന്നസംഖ്യ. ഇനി നമുക്ക് ഒരു ഒറ്റ ടൈപ്പ് കൂടിയേ ഉള്ളൂ. അതുകൂടെ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത നമുക്ക് ടൈപ്പ് 5 നോക്കാം. നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ആണ് ടൈപ്പ് 5. ചെറുതും വലുതും കണ്ടെത്തുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 17/12, 12/7, 14/9, 26/21. കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ്? നേരത്തെ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാണുമ്പോ തന്നെ അറിയാം അംശം ഛേദത്തെക്കാളും വലുതാണ്. എല്ലാത്തിലും അങ്ങനെയല്ലേ? 26 ഗ്രേറ്റർ ദാൻ 21, 14 ഗ്രേറ്റർ ദാൻ 9, 12 ഗ്രേറ്റർ ദാൻ 7, 17 ഗ്രേറ്റർ ദാൻ 12. അപ്പോ ഇതൊരു സാധാരണ ഭിന്നമല്ല, ഇതൊരു വിഷമ ഭിന്നം അഥവാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് അല്ലെ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന 4 ഫ്രാക്ഷൻസും. ഇനി അടുത്ത പ്രത്യേകത എന്താണ്? ഡിഫറൻസ് സെയിം ആണ് അല്ലെ? ഡിഫറൻസ് എത്രയാണ് വരുന്നതെന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 17ഉം 12ഉം 5, 12ഉം 7ഉം 5, 14ഉം 9ഉം 5, 26ഉം 21ഉം 5. അപ്പൊ ഡിഫറൻസ് എന്താണ്? 5 ആണ്. അപ്പോ ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്, ഡിഫറൻസ് 5 ആണ്. ടൈപ്പ് 4ന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ടൈപ്പ് 4ന്റെ ആൻസറും ഇതും ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ, അതായത് ടൈപ്പ് 4ൽ നമ്മൾ പറഞ്ഞത് എന്താണ്? സാധാരണ ഭിന്നമാണ്, ഡിഫറൻസും സെയിം ആണെന്നുണ്ടെങ്കിൽ വലിയ അംശവും വലിയ ഛേദവും വരുന്നത് വലിയ ഭിന്നസംഖ്യ, ചെറിയ അംശവും ചെറിയ ഛേദവും വരുന്നത് ചെറിയ ഭിന്നസംഖ്യ. ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്തായിരിക്കും? വലിയ അംശവും വലിയ ഛേദവും വരുന്നത് ചെറിയ ഭിന്നസംഖ്യയും, ചെറിയ അംശവും ചെറിയ ഛേദവും വരുന്നത് വലിയ ഭിന്നസംഖ്യയും ആയിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ 5 ടൈപ്പ് പഠിച്ചു. ഈ 5 ടൈപ്പിൽ ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് ഓർത്ത് വെച്ചാൽ പോരെ. ടൈപ്പ് 1ന്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് 2. ടൈപ്പ് 3 ഏത് വന്നാലും ചെയ്യാൻ പറ്റും. ടൈപ്പ് 4ന്റെ ഓപ്പോസിറ്റ് ആണ് ടൈപ്പ് 5. അപ്പൊ 1ഉം 3ഉം 4ഉം മാത്രം ഓർത്ത് വെക്കുക. ബാക്കി 2 നമുക്ക് കിട്ടത്തില്ലേ? ശരിക്കും അങ്ങനെ പോലും ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെല്ലാം. പക്ഷേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെല്ലാം. ഇത് ചെറുത് വലുത് എന്ന് മാത്രമായിരിക്കത്തില്ല ചോദിക്കുന്നത്, ആരോഹണ ക്രമവും അവരോഹണ ക്രമവും കൂടി ഓർത്ത് വയ്ക്കുക. പക്ഷെ ചെറുതും വലുതും കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ആരോഹണ ക്രമവും അവരോഹണ ക്രമവും എഴുതിക്കൂടെ?
ഓക്കെ, അപ്പൊ നോക്കിക്കോ, നമുക്ക് ആൻസർ എഴുതാം. വലിയ ഭിന്നസംഖ്യ ആദ്യം എഴുതാം. വലിയ ഭിന്നസംഖ്യ എങ്ങനെയായിരിക്കും? ചെറിയ അംശവും ചെറിയ ഛേദവും ഉള്ളത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ചെറിയ അംശവും ചെറിയ ഛേദവും ഈ 4 ഭിന്നസംഖ്യകളിൽ ഏതിനാണ്? 12/7 അല്ലെ? അപ്പൊ വലിയ ഭിന്നസംഖ്യ 12/7 ആയിരിക്കും. ചെറിയ ഭിന്നസംഖ്യ ഏതാണ്? അംശം വലുത് ഛേദം വലുത് 26/21. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. വീഡിയോ പോസ് ചെയ്യുക, തന്നെ ചെയ്യുക, എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പൊ നോക്കിക്കോ, 8/7, 10/9, 22/21, 21/20. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി എന്താണ്? അംശം ഛേദത്തെക്കാളും വലുതാണ്. ഇനി ഡിഫറൻസ് എത്രയാണ്? 4 ഭിന്നസംഖ്യകളുടെയും ഡിഫറൻസ് 1 ആണ് അല്ലെ? അപ്പൊ ഡിഫറൻസ് 1 ആണ് എന്നും കിട്ടി. അപ്പൊ ഡിഫറൻസും സെയിം ആണ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അംശവും ഛേദവും വലുതേതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. നോക്കേ, അംശവും ഛേദവും വലുത് 22/21. അപ്പൊ ചെറിയ ഭിന്നസംഖ്യ 22/21 എന്ന് കിട്ടി. വലിയ ഭിന്നസംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അംശവും ഛേദവും ചെറുതേതാണെന്ന് നോക്കുക. 8/7 അല്ലെ? അപ്പൊ വലിയ ഭിന്നസംഖ്യ 8/7 എന്ന് കിട്ടി. ക്ലിയർ ആണോ? എളുപ്പല്ലേ? അപ്പൊ നമ്മൾ 5 ടൈപ്പാണ് ഇന്ന് പഠിച്ചത്. 5 ടൈപ്പില് എല്ലാം എളുപ്പമാണ്. പക്ഷെ ആ എളുപ്പമാണെന്ന് കരുതി വെറുതെ വിടരുത്. നമുക്ക് എക്സാമിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 1 നമ്മൾ പഠിച്ചത് എന്താണ്? ഓർമ്മയുണ്ടോ? ഛേദം സെയിം ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിലെ എല്ലാം ഛേദം സെയിം ആണെങ്കിൽ അംശം നോക്കുക. അംശത്തിലെ വലിയ സംഖ്യ വരുന്നത് ഏതാണോ അത് വലിയ ഭിന്നസംഖ്യ ആയിരിക്കും. അംശത്തിൽ ചെറിയ സംഖ്യ വരുന്നത് ഏതാണോ അത് ചെറിയ ഭിന്നസംഖ്യ ആയിരിക്കും. ടൈപ്പ് 2 എന്തായിരുന്നു? നേരെ ഓപ്പോസിറ്റ്. അംശം സെയിം ആയിട്ട് വരുന്നു, ഛേദം വ്യത്യാസമായിട്ട് വരുന്നു. അപ്പൊ അംശം സെയിം ആയിട്ട് വരുന്ന കേസിൽ ഛേദം നോക്കുക. ഛേദത്തിലെ വലുത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ഛേദത്തിലെ ചെറുതേതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. പിന്നെ നമ്മൾ മൂന്നാമത്തെ ടൈപ്പ് പഠിച്ചു. മൂന്നാമത്തെ ടൈപ്പ് എന്താണ്? എവിടെ വേണേലും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? അത് 2 മെത്തേഡ് നമ്മൾ പഠിച്ചു. വലിയ ഭിന്നസംഖ്യയും ചെറിയ ഭിന്നസംഖ്യയും ചോദിക്കുമ്പോഴത്തേക്ക് വലുതാണെങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ആദ്യത്തെ 2 എണ്ണം എടുത്ത് എഴുതുക. എന്നിട്ട് അതിലെ വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വലിയ സംഖ്യയായിട്ട് നമുക്ക് കിട്ടുന്നതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. അതിനെ അടുത്ത ഭിന്നസംഖ്യയായിട്ട് ക്രോസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്ന നമ്മുടെ മെത്തേഡ്. വളരെ എളുപ്പമല്ലേ? എങ്ങനെയാ ചെയ്യുക? അംശത്തിൽ ഒരു 0 കൂടി കൊടുക്കുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ മുഴുവൻ ഡിവൈഡ് ചെയ്യണോ? വേണ്ട. ഡെസിമൽ പോയിന്റ് ഒന്നും എടുക്കണ്ട. ജസ്റ്റ് നമുക്ക് കിട്ടുന്ന പൂർണ്ണസംഖ്യ മാത്രം എടുത്താൽ മതി. അതെടുത്ത് അതിൽ വലുത് ഏതാണോ കിട്ടുന്നത് അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ചെറുത് ഏതാണോ കിട്ടുന്നത് അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. ക്ലിയർ ആണോ? അതായിരുന്നു ടൈപ്പ് 3. ഇനി ടൈപ്പ് 4 നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു സാധാരണ ഭിന്നമാണ്. അതുപോലെ തന്നെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ എല്ലാം ഡിഫറൻസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ അംശവും ഛേദവും വലുതേതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വലുത് വലിയ ഭിന്നസംഖ്യ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ചെറുതേതാണോ അത് ചെറിയ ഭിന്നസംഖ്യ. അഞ്ചാമത്തെ ടൈപ്പിലോട്ട് വരുമ്പോൾ നാലാമത്തതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് വിഷമ ഭിന്നം, ഇംപ്രോപ്പർ ഫ്രാക്ഷനും ആണ്. ഡിഫറൻസ് സെയിമോ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. എന്താണ്? അംശവും ഛേദവും വലുത് വരുന്നത് ഏതാണോ അതായിരിക്കും ചെറിയ ഭിന്നസംഖ്യ. അംശവും ഛേദവും ചെറുത് വരുന്നത് ഏതാണോ അതായിരിക്കും വലിയ ഭിന്നസംഖ്യ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് കൂടെ നോക്കിയാലോ? ഇത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും 3 ക്വസ്റ്റ്യൻസ് ആണ്. 2 ആരോഹണക്രമം ആയതുകൊണ്ട് ഞാൻ അതിനെ സബ് ക്വസ്റ്റ്യൻസ് ആക്കി കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ല, ഈ പാർട്ടിയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചെറുത് കണ്ടുപിടിക്കുക, വലുത് കണ്ടുപിടിക്കുക, ആരോഹണക്രമം, അവരോഹണക്രമം, ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. PSC എക്സാമുകൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഈ ഒരു ടോപ്പിക്ക് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉള്ള കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനുള്ളത് കൊണ്ടാണ്. അപ്പൊ നല്ലപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ലപോലെ ശ്രദ്ധയോടെ കാണുക. നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക.
അതുപോലെ തന്നെ പാർട്ട് 1 വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രമേ പാർട്ട് 2 വീഡിയോ കാണാവുള്ളൂ. പാർട്ട് 1ലാണ് നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സ് കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഈ 3 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എല്ലാ കമന്റ്സും നോക്കാറുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു.